ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ ടൈമിലാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പിസ്സയാണ് കേട്ടോ. ഹോം മെയ്ഡ് പിസ്സയാണ്. നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെക്കേഷൻ ടൈമിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അതേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ്സയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് ഇതിലിങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ അത് അങ്ങോട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ. പിന്നെ നല്ല രീതിയിൽ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അമൂലിൻ്റെ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണയോ അതേപോലെ സൺഫ്ലവർ ഓയിലോ ഒന്നും എടുക്കാതെ ബട്ടറോ നെയ്യോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുറത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കാതെ അവർക്ക് ഹെൽത്തി ആയിട്ട് എന്നാൽ അവർ കഴിക്കുന്ന, അവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നമുക്കിപ്പോൾ പിസ്സ എന്ന കുട്ടികൾ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒറിജിനൽ പിസ്സ എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ പിസ്സ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ എടുത്തിരുന്ന നിച്ചൂട്ടിലാണ്, അതുകൊണ്ട് ഈ സൈഡായി പോയിട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അതാണൊരു ചെറിയ ക്ലിയർ കുറവ്. അപ്പോൾ ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മളെ ബാറ്റർ ഇവിടെ സെറ്റാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കക്കിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ സവാള, ക്യാപ്സിക്കം, തക്കാളി റൗണ്ടാക്കിയും കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ടും കട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇനി ക്യാരറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറേ വെജിറ്റബിൾ ആയാലും അത്രയും അവർക്ക് എത്തുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ മൊസറല്ല ചീസാണിത്, പിസ്സ ചീസാണ്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കുക്കായെന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിച്ചൂട്ടെ. കാരണം അവൻ കുറേ ദിവസമായി പിസ്സ വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും ഇങ്ങനെ ആകെ ഒരു ഒറ്റ തവണയാണ് ഞങ്ങൾ പുറമേ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്നാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മ പിസ്സ, എങ്ങനെയാണോ ഇങ്ങനത്തെ പിസ്സ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നിച്ചോട്ടിനും നല്ല രീതിയിൽ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബാക്കിൽ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അത് കുക്കായി വരുന്ന ആ ഒരു ടൈമിൽ ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മയണൈസൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ അതാണ് കൂടുതൽ ഇഷ്ടം വെച്ചാൽ അതും ചെയ്യാം. ടൊമാറ്റോ സോസ് എല്ലായിടത്തും നല്ല രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലിപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തി അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ടൊമാറ്റോ സോസാണ് കേട്ടോ. ഈ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഞാൻ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവറിനും സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചീസ് അതിൻ്റെ മുകളിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ ബാക്കി വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ക്യാപ്സിക്കം, ടൊമാറ്റോ എല്ലാം നന്നായിട്ട് എല്ലാ സൈഡിലും ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും.
വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ എഗ്ഗ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ട് അവർക്ക് ഈവനിങ് ആയിട്ടോ അല്ലെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഹെൽത്തിയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഇതാ എല്ലാ വെജിറ്റബിൾസും നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മൊസറല്ല ചീസാണ് കേട്ടോ. ഞാനും കൂടെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൈ പൊള്ളുമോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവനോട് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓവനിൽ വെച്ചാലും മതി കേട്ടോ. കുറച്ച് ഓവനിൽ വെക്കാനുള്ള ഈ ഒരു വലിപ്പമുള്ളൊരു പാത്രം കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തതാണ്, പാൻ എടുത്തതാണ്. അപ്പോൾ ബാക്കി വെജിറ്റബിൾസും അതേപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത ടൊമാറ്റോയും കക്കിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി നമ്മളതിൻ്റെ മുകളിൽ നമ്മളെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ഉണക്കിയ മുളകുണ്ടായിരുന്നു, അത് നന്നായിട്ട് പൊടിച്ചതാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി വരുന്ന ചീസ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീസാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് ആ ഒറിജിനൽ ഒരു പിസ്സ സ്റ്റൈലിൽ നമുക്ക് കിട്ടുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളെ പിസ്സ ഇവിടെ സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. വീഡിയോ കാണുന്ന അത്ര ലെങ്ത് ഒന്നും വരില്ല. അത് നമ്മളെ പിസ്സ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നിച്ചൂട്ടിനാണ് മുറിക്കാൻ വരുന്നത്. അവന് കത്തി വെച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നൂല് പോലെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നിച്ചൂട്ട് അതൊന്ന് കഴിച്ച് നോക്കുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അവനെന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.